ഇനിയിപ്പോൾ ഇവർ അടുത്ത പ്ലാൻ എന്താ? ഈ പറഞ്ഞ ചേമ്പർച്ച പെഡോഫൈൽസിനെ ഇവർ LGBTQ+ മൂവ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതാണ് ഇവർ അടുത്ത പ്ലാൻ. കാരണം നട്ടില്ലാത്ത കുറെ എണ്ണം ഉണ്ടായി പോയില്ലേ നാട്ടില്, ഈ ലോകത്തും. അതുകൊണ്ട് ഈ LGBT പരിപാടികളൊക്കെ ഇത്രയും ആയി. ഇനിയിപ്പോ ഓർക്ക് ഈ മൂവ്മെന്റിൽ ഈ ടീമിൽ ചേരാൻ പറ്റിയാൽ ഈ കണ്ട കുറെ അക്ഷരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവർക്ക് സപ്പോർട്ടായി. മനസ്സിലായോ? അപ്പൊ ഇവർ ഉദ്ദേശ കാര്യങ്ങളും ജനങ്ങളിലേക്ക് നോർമലൈസ് ആക്കാൻ ഉദ്ദേശിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ കുറച്ചും കൂടി എളുപ്പത്തിലാണ്ട് എത്തിക്കുകയും പഴയ മൈരാവില്ല പാറ്റേൺ ടപ്പ് 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 തന്നെ നിങ്ങളുടെ ആൾക്കാർ എടുത്തെത്തും. പിന്നെ നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഈ ചേമ്പർച്ച ഏഷ്യനെറ്റ് ഉണ്ടല്ലോ, ഇവർ ബിഗ് ബോസിൽ ഇങ്ങനത്തെ 2-3 ആൾക്കാർ ഇട്ടുകൊണ്ട് ഓരങ്ങോട്ട് ഒന്ന് ഫേമസ് ആക്കിയാൽ മതി. പിന്നെ ഓരോ ഫാൻസ് എന്താ ഇങ്ങനെ കുറെ എണ്ണം വരും ചെയ്യും. പിന്നെ ഒക്കെ അതിൻ്റെതായിട്ട് വഴിക്ക് നടക്കും. നിങ്ങൾ ഇതൊക്കെ മുമ്പ് കാണാനല്ലേ, മുമ്പ് നടന്നാണല്ലോ. ഇനിയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇങ്ങനൊക്കെ ഒരു നാട്ടിൽ നടത്തണം എന്നുള്ളത് ആരുടെ പ്ലാൻ? അല്ല, കാര്യത്തിൽ പറയുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആരാണ് ഈ തലപ്പത്തി ഇരുന്ന് കണ്ട് ഇതൊക്കെ ചെയ്യുന്നത്? ആരാണ് ഈ ജനങ്ങൾ മൊത്തം ഇങ്ങനെ കെയോസിലും കൺഫ്യൂസ്ഡ് ആക്കാൻ നോക്കുന്നത്, ഈ ലോകം തന്നെ വൃത്തിയേടാക്കാൻ നോക്കുന്നത്? ഇവരൊക്കെ ഇത് എന്തിനാ ചെയ്യുന്നത്? ഇതൊക്കെ പറയണമെങ്കിൽ തന്നെ വേറെ കുറച്ച് എപ്പിസോഡ് വേണ്ടി വരും. നമുക്കാകുന്നുള്ളൂ ഈ പറഞ്ഞ മെസ്സേജ് ഉണ്ടല്ലോ, അത് ജനങ്ങളിലേക്ക് മാക്സിമം എത്തണം. അത്രേ ഉള്ളൂ. പിന്നെ അവർ സ്വയം അവർ ഈഗോയും മൊത്തത്തിൽ മാറ്റി ഒരു ഓപ്പൺ മൈൻഡിൽ ഇതൊക്കെ കേട്ട് സ്വയം അവർ ബുദ്ധിയിൽ ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ശരി ഏതാ തെറ്റേതാന്നുള്ളത്.